ഹായ് ഗൈസ്, ഇന്ന് ഡ്രോയിങ് വീഡിയോ അല്ല, ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഞാൻ ഡ്രോയിങ് തുടങ്ങിയപ്പോൾ എല്ലാവരും അടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണ് ഏത് കിറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ കിറ്റ്. ഇത് ആമസോൺ വഴി ഓർഡർ ചെയ്തതാണ്. ഒരു 470 റേഞ്ചിൽ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിറ്റാണത്. ബിഗിനേഴ്സിന് പറ്റിയ മിക്ക ടൂൾസ് ഇതിനകത്തുണ്ട്. പിന്നെ അത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ഫുൾ കിറ്റ്. ഇതിലിപ്പോൾ ആദ്യം വരുന്നത് ഒരു ഷാർപ്പണറാണ്. ഇതൊരു സാധാ ഷാർപ്പണർ. ഇത് സ്റ്റാൻഡർഡൈസർ, ഇത് കീനഡ് റേസർ. ഇത് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഫേസിലൊക്കെ ഡീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. പിന്നെ നൈഫ് വരുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റൻഷനാണ്. പെൻസിലൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബാക്കി കയറ്റി വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 3 പേപ്പർ സ്റ്റംസാണ് വരുന്നത്. ഇത് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ട് ബ്ലെൻഡൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് 3 ചാർക്കോൾ പെൻസിൽസാണ്. സോഫ്റ്റ്, മീഡിയം, ഹാർഡ്. ഞാൻ ഈ 3 സാധനമാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. അടുത്തത് മൊത്തം ഗ്രാഫൈറ്റ് പെൻസിൽസാണ്. ഇത് ഞാൻ യൂസ് ചെയ്യണത് ട്യൂബ് യൂസ് ചെയ്യാറുണ്ട്. ട്യൂബ് വെച്ചിന് ഔട്ട്ലൈൻ ഇടാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ചാർക്കോൾ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടൂൾസ്. ഇത് ഹൈലി റെക്കമെൻഡ് ഒന്നുമല്ല. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വില കൂടിയ സാധനങ്ങളും അവൈലബിൾ ആണ്. സാധാ ഒരു ചെറിയൊരു പെൻസിൽ വരക്കുമ്പോൾ നമുക്ക് ആ പടത്തിന്റെ ഒരു ക്ലാരിറ്റി കിട്ടണമെന്നില്ല. അപ്പം ഇത് കുറച്ച് ടൂൾസും കൂടെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കാൻ പറ്റും ഈ ഡ്രോയിങ്സിന്. അപ്പം അതുകൊണ്ട് പാരൻസ് ഒക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ശരി, എന്നാൽ എല്ലാവരും വരയ്ക്കും.